കുടുംബമൊക്കെ നന്നായി പോകുന്നില്ലേ? കുടുംബം മാത്രമല്ല, കുടുംബവിളക്കും പോയി സാറേ. സാറ് പറഞ്ഞിട്ടാ ഞാൻ അവളെ യോഗക്ക് വിട്ടത്. അവളെ യോഗമാഷൊപ്പം പോയി സാറേ. അത് നിനക്ക് യോഗമില്ലാത്തോണ്ട്. ഇനി എന്താ അന്വേഷിക്കാനാണ് സാറേ? അവരിപ്പോ ആസനത്തിലായിരിക്കും. ആസന? എന്താസനം? യോഗാസനം. അയാളെ ഫോട്ടോ എല്ലാം കയ്യിലുണ്ടോ? ഉണ്ട് സാറേ. എവിടെ നോക്കട്ടെ. ഇതെന്നാ തലയും കുത്തി നിൽക്കുന്നത്? ഇതെന്നടാ QR കോഡോ? സാറേ, അവള് പോയ ടെൻഷനിൽ ഞാൻ അങ്ങനെ ഞെരുക്കിയതാണ്. ഈ ഞെരുക്ക് നീ നേരത്തെ ഞെരുക്കിയായിരുന്നെങ്കിൽ അവൾ അവൻ്റെ കൂടെ പോവായിരുന്നു. ആണ്ട സാറേ, നോക്കുമ്പോ പെടലി വിളിക്കരുത്, അവൻ ശീർഷാസനത്തിലാണ്. എന്ത്? ഞങ്ങൾ അന്വേഷിക്കാം, താനങ്ങ് പൊയ്ക്കോ. ശരി സാർ. അപ്പോ ചിഞ്ചുറാനിക്കെതിരെ ഒരു വധഭീഷണിയുണ്ട്. നമ്മൾ അവർക്ക് കുറച്ച് ദിവസം പ്രൊട്ടക്ഷൻ കൊടുക്കണം. താനോടൊന്ന് പോ സാർ. ഇപ്പോൾ പാളയം ഡ്യൂട്ടിക്ക് പോകണ്ടേ? ഒരു ചേഞ്ച് ആയിക്കോട്ടെ, നിങ്ങൾ പൊയ്ക്കോ. ശരി സാർ. കൂടെ വനിതാ പോലീസും ഉണ്ടല്ലോ അല്ലേ സാറേ? രണ്ടും നല്ല ഐശ്വര്യമുള്ള കൈയാണ്. ഞാൻ പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത്. കല്യാണത്തിന് ശേഷം കാണാൻ പറ്റാത്തതെല്ലാം കാണും. ഞാൻ ഉദ്ദേശിച്ചത് കുളു, മണാലി, വാഗാഗേറ്റ്, ഈ ഊട്ടി, കൊടൈക്കനാലൊക്കെ പോയിട്ടുണ്ടോ? ഈ സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റുമെന്നാണ് ഈ രേഖ പറയുന്നത്. ഇന്ന് നമ്മൾ ചിരിച്ചു മരിക്കും. ആ ഡോറ് ശരിക്കൊന്ന് അടച്ചോ, അല്ലെങ്കിൽ ശരിക്കും കരഞ്ഞാലും ചാകും. താൻ തന്റെ വളയം കറക്കിയാൽ മതി കേട്ടോ, എന്റെ വളയത്തിലിട്ട് കറക്കാൻ വരണ്ട. നമുക്ക് തുടരാം. നീ അടുത്ത കൈ കാണിക്കും. ചന്ദ്രൻ സാറേ, ഇവിടെ നല്ല കിടുക്കൻ കവട്ട കിട്ടും. കൗട്ടയോ? വാറ്റ് വാറ്റ്. ആവട്ടെ വിചാരല്ലേ ഉള്ളൂ. നമുക്കിവിടെ അടിച്ചു പൊളിക്കണം. പിന്നെ നമ്മളിവിടെ ടൂർ വന്നല്ലേ, പ്രൊട്ടക്ഷൻ വന്ന കൂറ്റാത്ത പോലെ. വരൂ സർ. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? അതാണല്ലോ ഞങ്ങളുടെ ജോലി. ആ ചെയർ ഞാൻ എടുക്കാൻ ചെഞ്ചു, ചെയർ ഞാൻ എടുക്കാം. സാറേ ഇരിക്കും സാറേ, ഇങ്ങോട്ടിരിക്കുക. കവയ്ക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. കസേര ടൈൽസിൽ കവയ്ക്കാതെ സൂക്ഷിക്കണമെന്ന് മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ബസ്സിലാണോ വന്നേ? പോലീസുകാരിലും പോവാലോ. ഇദ്ദേഹം ആരാണ്? ഭർത്താവായിരുന്നു. ഇപ്പോഴും അതെ, ഭർത്താവാ. പോലീസിൽ ചേർക്കായിരുന്നു. ഇവള് സമ്മതിക്കാത്തോണ്ടാന്നേ, ചിഞ്ചു സമ്മതിക്കാത്തോണ്ടാന്നേ. നിങ്ങളല്ല, ഇദ്ദേഹം. ചായ വേണ്ട, കഴിച്ചായിരുന്നു. കഴിച്ചാ? സാറ് കഴിച്ചായിരുന്നു? അല്ല ഞാൻ പിന്നെ സാറിനൊക്കെ അവിടെ താഴെയാണ് താമസം റെഡിയാക്കിയിരിക്കുന്നത്. താഴെ ഒരു വീടുണ്ട്. നമുക്കൊക്കെ അവിടെയാണ് താമസം ഒരുക്കിയിരിക്കുന്നത്. അല്ല സാർ, ലേഡീസ് ഒക്കെ ഇവിടെ താമസിച്ചോട്ടെ. നിങ്ങളൊക്കെ അവിടെ, ലേഡീസ് ഒക്കെ ഇവിടെ. അതെന്താ? സൂച്ചിലെന്തോ പാമ്പ് കടിച്ച് ചാവാനായിരിക്കും വിധി. ചാവി ഉണ്ട് ചോദിച്ചപ്പോഴാണ്. ഇന്ന് സാർ ചാവി. പിന്നെ ഭക്ഷണം ഇവിടെ ആയിരിക്കും അല്ലേ? അല്ലല്ല, തൊട്ട് താഴെ ഒരു ചായക്കുണ്ട്, അവിടെ നിന്ന് ചോദിച്ചാൽ മതി, എല്ലാം കിട്ടും. ഞാൻ ലഗേജ് എടുത്തു വെക്കാം. ശരി സാർ. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഓക്കെ സാർ, അത് മതി. ഒന്നും കൊണ്ടും പേടി. ഇവരാൻ എന്തെങ്കിലും ചെയ്യും. അല്ല, ഞാൻ ഇപ്പൊ പറയാൻ